ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക ലംഘിച്ചെന്ന ആരോപണവുമായി ഇറാൻ തങ്ങളുടെ ദേശ താൽപര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കാൻ തുടർന്നും ശ്രമിക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബക്കായി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണ വിശ്വാസത്തിന്റെ പുറത്തായിരുന്നില്ലെന്നും പ്രതിബദ്ധത ആയിരുന്നുവെന്നുമായിരുന്നു ട്രംപിന്റെ പരാമർശം. മറുവശത്ത് നിന്ന് നല്ല വിശ്വാസത്തിന്റെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്ക ഏകപക്ഷീയമായ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും ബക്കായി ആരോപിച്ചു. ഒരാളിൽ നിന്ന് ചതിവുണ്ടായാൽ അവരുമായുള്ള ധാരണകൾ അവർക്ക് തന്നെ എറിഞ്ഞു കൊടുത്തേക്കുക. അള്ളാഹുവിന് വഞ്ചകരെ ഇഷ്ടമല്ല എന്ന ഖുറാനിലെ സൂക്തങ്ങൾ ഉദ്ധരിച്ചാണ് ബക്കായി ഇക്കാര്യങ്ങൾ എക്സിൽ കുറിച്ചത്. അമേരിക്ക ധാരണാപത്രത്തിലെ 5ാമത്തെ ക്ലോസിനെയാണ് വെല്ലുവിളിച്ചതെന്നും ബക്കായി ആരോപിച്ചു. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കാനുള്ള ഉത്തരവാദിത്തം ഇറാന് നൽകുന്ന വ്യവസ്ഥയാണിത്. ഇത് അമേരിക്ക നഗ്നമായി ലംഘിച്ചു. എന്നിട്ട് ഇറാന് മേൽ ശക്തമായ ആക്രമണവും അഴിച്ചു വിട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇറാന്റെ വിദേശകാര്യ ഉപമന്ത്രി കാസിം ഗരീബാബാദിയും ട്രംപിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. സമ്മർദ്ദവും ഭീഷണിയും ഉയർത്തിയുള്ള നയം പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് ട്രംപിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനെ അധിക്ഷേപിക്കും വിധമുള്ള പ്രസ്താവനകളും തങ്ങളുടെ നേർക്കുള്ള ആക്രമണങ്ങളും അമേരിക്കയുടെ കരുത്തല്ല പ്രകടിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറിച്ച് ക്രൂരമായ സൈനിക നടപടികളിലൂടെയും ഉപരോധങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത നയങ്ങളുടെ പരാജയത്തിന്റെ സൂചനയാണിത്. ഇതിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കുന്നതിൽ വീഴ്ച വന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികരണമാണിതെന്നും ഗരീബാബാദി പറഞ്ഞു. കൊലയാളിയും കുറ്റവാളിയുമായ ട്രംപിനോട് ഒരാൾ അയാളുടെ ഭാഷയിൽ തന്നെ മറുപടി പറയും. അപ്പോൾ ട്രംപിന് മനസ്സിലാകും സൈന്യത്തെക്കാൾ കരുത്ത് വാക്കുകൾക്കുണ്ടെന്ന്. ഇറാനുമായുള്ള സമാധാന കരാർ അവസാനിച്ചെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇറാൻ നേതാക്കളുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നേറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇത് വീണ്ടും തുടങ്ങുകയല്ല, മറിച്ച് ഇത് വളരെ വേഗം മുന്നോട്ട് പോകുകയാണ് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അവർ 2 കപ്പലുകളെ ആക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരെ കൂടുതൽ കരുത്തോടെ ഞങ്ങൾ തിരിച്ചടിക്കുന്നു. അവർ തങ്ങളെ ഒന്നടിച്ചാൽ തിരികെ 10 അടിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ടെഹ്റാന്റെ കൊല്ലപ്പെടേണ്ടവരുടെ പട്ടികയിലെ 1ാം പേരുകാരൻ താനാണെന്നും ട്രംപ് പറഞ്ഞു. അത് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ തന്നോട് പറഞ്ഞതാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ടെഹ്റാനുമായി ഒരു തന്ത്രപരമായ ധാരണയ്ക്ക് തനിക്ക് താല്പര്യമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. നമുക്ക് തൽക്കാലം ഈ പണി അവസാനിപ്പിക്കാം. ഇറാൻ നേതാക്കൾ ഭ്രാന്തന്മാരാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഭാവി സൈനിക നടപടികൾ ഹ്രസ്വമായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. മേഖലയിലെ സുരക്ഷ മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയുടെ പുതിയ സൈനിക നീക്കത്തിന് പിന്നാലെ ഒരു കരാറിനായി ഇറാൻ തങ്ങളോട് കെഞ്ചുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. അമേരിക്കൻ സൈന്യം ഇറാനെതിരെ ആക്രമണം നടത്തിയതിനു ശേഷമാണ് ഇറാൻ ചർച്ചകൾക്കായി സന്നദ്ധത അറിയിച്ചത് എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. എന്നാൽ ഏത് സൈനിക നീക്കത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നോ എപ്പോഴാണ് ഇറാൻ ബന്ധപ്പെട്ടതെന്നോ ഉള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. അതേസമയം വെടിനിർത്തൽ അവസാനിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയായാണ് US സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ അതീവ തന്ത്രപ്രധാനമായ തീരദേശ മേഖലകളായ ചമ്പാഹാർ, കൊണാർക്ക്, ബുഷ്ഹർ, കേശം ദ്വീപുകൾ എന്നിവിടങ്ങളിലും US സൈന്യം വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. തുറമുഖങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ വിക്ഷേപണ തറകൾ, തീരദേശ റഡാർ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് US സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.